എന്നെ കാണാനായിട്ടൊരു VIP വന്നിട്ടുണ്ട്. VIP എന്തൊക്കെയാ 10 ദിവസത്തേക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്നുണ്ട്. VIP ബാഗൊക്കെ എടുത്തിട്ട് ബാഗ് എടുക്കാൻ വികലാംഗിക്ക് വയ്യ, ഇങ്ങോട്ട് വരേണ്ടതാണ്. എന്തിട്ട് മേടിച്ചിട്ട് വരുന്ന ഗേറ്റ് ആര് തുറക്കും? അമ്മ ഗേറ്റ് തുറന്നു. ഇങ്ങോട്ട് ഗേറ്റ് നശിപ്പിക്കൂ. കണ്ണിട്ടു കാണാൻ ലെഫ്റ്റ് ഇരുട്ടായോട്ട് ഇങ്ങോട്ട് കയറി എന്തൊക്കെയോ കയ്യും പിടിച്ചോ അമ്മ. അമ്മ അടക്കില്ല ഒരാൾക്ക് വയ്യാതായി മര്യാദക്ക് കിടക്കണം. ഇന്ന് പോണ ആശുപത്രി പോയിട്ടില്ല. എല്ലാ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് കയറിയിരിക്കുക. അതുകൂടെ പോവോ തുറക്ക്? ഫ്രണ്ട്സ് വന്ന് പോയുള്ളപ്പോ എന്തൊക്കെയാ? ആപ്പിളാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോക്കോട്ടെ. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നട്ട്സ് മാത്രമേ ഞാൻ കഴിക്കുന്നു. കേട്ടില്ലായിരുന്നോ? അമ്മ ഇവിടെ എനിക്ക് ദുബായിൽ നിന്ന് ഒരാൾ പോയിട്ട് എന്നും വരാറുണ്ട്. പക്ഷെ എനിക്കൊന്നും കൊണ്ടുവരാറുണ്ടായിരുന്നില്ല. ഞാൻ പരാതി പറയലായിരുന്നു. അപ്പം മൂടിയല്ല കേട്ടോ ഗൈസ്, അതിന് പെർഫ്യൂം ഉണ്ട് കിട്ടുന്നില്ല. ഒരു കയ്യിൽ ഫോണായോണ്ടേ അസ്പര് എവിടെ മോളെ നോട്ടൊന്നുമില്ല. കുളിച്ചിട്ടില്ല. കുളിച്ചിട്ടുണ്ട് ഇന്നലെ. അയ്യോ ഈ സ്മെല്ല് എനിക്ക് പണ്ടുണ്ടായിരുന്നു. കഴിഞ്ഞതാ. അമ്മ സീരിയലിന്റെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ഷൂട്ട് ഉണ്ടായിരുന്നു. ഇനി 6-ാം തീയതി തൊട്ട് വീണ്ടും. ഓക്കെ മാഡം. പക്ഷേ ദിവസം പോയിട്ട് വരാം വീട്ടിലേക്ക്. ഷൂട്ട് ലൊക്കേഷൻ തിരുവനന്തപുരത്ത്. ഇന്റർവ്യൂ കഴിഞ്ഞു. ഓക്കെ ബൈ. താങ്ക് യു ഡി. അമ്മ അപ്സരജി ഹെൽത്തി കുട്ടന്മാരാണ് കൊണ്ടുവന്നത്. ആപ്പിള് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞതും ആപ്പിള് കൊണ്ടുപോതേക്കല്ലേ? മാതാളുണ്ട്. ആപ്പിളുണ്ട് കവറിലമ്മേ. എന്റെ അപ്സരജി തിരിച്ചു തന്നെ കൊടുത്തേക്കാം. ഇവിടെ ആപ്പിളിന്റെ കളിയാക്കണ്ട. അമ്മയുടെ പല്ലില് പോയി ആപ്പിള് തിന്നു. പൊറോട്ട ചിക്കൻ ആപ്പിൾ പൊറോട്ട ചിക്കനൊക്കെ തന്നെ നമ്മൾ തിന്നു. ഓക്കെ മുന്തിരി ഹെൽത്തി കുട്ടന്മാരാണൊക്കെ. അപ്സര ബിരിയാണി തട്ടാണ്. എങ്ങനെയുണ്ട് അപ്സരജി? എന്റെ അമ്മയിടാത്ത അച്ചാറ്, എന്റെ അമ്മയിടാത്ത ബിരിയാണി. ഞാൻ ഉണ്ടാക്കി തോന്നുന്നില്ലേ? കടയിൽ നിന്ന് മേടിച്ചതാ. വിശക്കണേ. രാവിലെ തൊട്ട് കഴിച്ചിട്ടില്ല. കഴിച്ചിട്ട് വാ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ? വേണ്ട. ഇവിടെ ആരാധകരായി എന്തെങ്കിലും വന്നിട്ടുണ്ട്. അമ്മയുടെ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ. അമ്മമാരെ കാണണമെന്ന് പറഞ്ഞിരുന്നേ. അപ്സര അതന്നെ. അപ്സര അവിടെ നീ അല്ലാതെ ആര്? ആരെന്ന് പറയുമ്പോ വരാക്ഷന്ന് പറയുമ്പോ വരാൻ പറഞ്ഞിട്ട് വന്നില്ലേ പെണ്ണുമ്പിള്ള. ഗൈസ് അസ്പര വന്നേക്കാണ് എന്നെ കാണാൻ. കെട്ടും കടക്കി എടുത്തിട്ടും അല്ല അപ്സര? കുട്ടി ആക്സിഡന്റ് ആയിട്ട് കിടക്കുക. അപ്പൊ കുട്ടിയെ കണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് അവളുടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അതിനു വേണ്ടി വന്ന ബിരിയാണി മണം കഴിയുന്നത്. നല്ല ബിരിയാണിയും നല്ല ബിരിയാണിയും നല്ല ഇതും കഴിച്ചു. മാങ്ങ പിക്കളും. ഓക്കെ ഗൈസ് ഞാൻ തട്ടട്ടെ. പോകോ ശല്യൊന്ന്. തെരലടിന്ന് നിനക്ക്. നൈന ഒരെണ്ണം കൊടുക്കുവോ? ഒരെണ്ണം കൊടുക്കുവോ നൈന? എന്നിട്ട് ഇന്ന് ചിരിക്കുക പെണ്ണുമ്പിള്ള. ഗൈസ് ഞങ്ങളുടെ നൈനോന് പുതിയ വള കാണിച്ചു കൊടുക്കും. നൈനുവാ വള കാണിച്ചു കൊടുക്കുതാ. ദാദാ പച്ചവള കാണിച്ചു കൊടുക്ക്. സൂപ്പർ വളയാണോ ചോക്കി? ഞങ്ങൾ പുതിയ വളയൊക്കെ ഇട്ട് ഗൈസ് അല്ലേ? ഇഷ്ടായ? എന്റെ മുട്ടിക്ക് ഇഷ്ടായ ഒരു ഉമ്മ കൊടുത്തേ. മുന്തിരി മൊത്തം വായിലിട്ട് പുറത്തേക്ക് ഇരുന്ന് തോന്നിട്ട് പോ. ഐസ്ക്രീം വേണ്ടെന്ന് പറ. ഐസ്ക്രീം ഒരെണ്ണമൊക്കെ കഴിക്കാം. പിന്നെ ഐസ്ക്രീം കൊടുക്കില്ലേ? നല്ല കപ്പക്കട്ടെ കൊടുക്കരുത്. ഇന്റെ അമ്മന്റെ നല്ല കൊല്ലും. അതോടെ അമ്പല്ലേ? അത് ഊരാൻ പാടില്ല. അതോടെക്കണേ കുക്കലാണ്. അവളെന്നെ കാണിക്കത്. ചുമക്കുന്ന ആൾക്കാണ് ഐസ്ക്രീം ഇല്ല എന്റെ മോൾക്ക്. അമ്മയ്ക്കോ? നിങ്ങള് കണ്ടാ? നിനക്ക് ഐസ്ക്രീം ഇല്ല. നിനക്കല്ല കുറച്ച് കൊടുക്കണേ. ഇല്ല കേട്ടാ. ഐസ്ക്രീം അത് മാത്രം തരുമോ?
അത് തരാട്ടാ, അങ്ങനെയൊക്കെ പറ്റിക്കുക. അതെ അത് വേണമെങ്കിൽ തരാട്ടെ. നൈനു അത് മാത്രം തരാം. ചേച്ചിക്ക് ഏതാ? ഫിഗ് പറഞ്ഞു. അതൊന്നും തരാം ചേട്ടാ. ഇത് അത് തരാട്ടോ നൈനുന്. ഐസ്ക്രീം അതെ ഇപ്പൊ തരും. കുറച്ച് വെച്ചു. വേണ്ട ചേട്ടാ തന്നെ. വേണ്ട വേണ്ട വെക്കണ്ട വെക്കണ്ട വേണ്ട കാര്യട്ടാ. ഇല്ലല്ല വെക്കണ്ട വെക്കണ്ട. ഓക്കെ ഹായ് കഴിച്ചോ. സൂപ്പർ. കഴിച്ചു നോക്കിയേ കഴിച്ചു നോക്കിയേ. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. അറിയാൻ കള്ളിക്ക്. കഴിച്ചോടി മോളെ നോക്കുക. ആ ഗുഡ് ഗേൾ. എന്റെ മോള് ഗുഡ് ഗേൾ ആണല്ലേ. ഇഷ്ടായോ നൈനു? ടേസ്റ്റ് ഉണ്ടാ? അത് വേണ്ട അത് പൊട്ടേ. ഇതിന്റെ കുറച്ച് വെച്ച് അറിയില്ല. നീ പൊടിയായിരുന്നു അറിയില്ലാന്ന്. അറിയില്ല എന്താ അറിയില്ലാന്ന് കുട്ടിക്ക് അറിയാൻ ചുമയാന്ന്. വേണ്ടു പാടി നൈനുഷ വാ ചുമ മാറിയിട്ട് ഐസ്ക്രീം കഴിക്കാട്ടോ. ഞങ്ങളുടെ പള്ളി പെരുന്നാൾ ഇന്ന് തുടങ്ങുന്നുള്ളൂ. അപ്സരിച്ച് കറക്റ്റ് സമയത്ത് വന്നേ. അതെ പള്ളി പെരുന്നാളുള്ള സമയത്ത് തന്നെ. അപ്സരിച്ച് എന്തിനാ എനിക്ക് മേടിച്ചേരണേ? അതെ എല്ലാവർക്കും ഓരോന്ന് പുരട്ടേന്ന്. അപ്സരിച്ച് പൊട്ടാണ്. നൈനോ നൈനോ ഹലോ പറഞ്ഞേ. മേടിച്ചോണ്ട് ആവശ്യം ഇത് നാളേക്ക് ഉണ്ടാവുള്ളൂ. ചേച്ചി കൊമ്മ കൊടുക്കോ കൊമ്മ കൊടുക്കോ. ആരും കൊടുക്കണോ ഇവിടെ തിരക്കിലാണ്. വണ്ടി വരും ഒതുങ്ങിക്ക്. കല്യാണം കഴിച്ചു തരാം നിന്നെ. ഇല്ല നീ ഞാൻ ഉണ്ട് ഇവിടെ. ഞാന് അതാ ഇന്ന് കഴിക്കില്ലേ മോളെ. അപ്സരജി അതിനെ കടുമിട്ടാക്കി വെച്ചേക്കണോ? അല്ലല്ല ചേട്ടൻ ചേട്ടൻ അയച്ചു തരുമോ? കല്യാണം കഴിച്ചു പേ പേ പേ. അതിനെ കൊണ്ടുപോകുന്നു. ഇനി അവിടെ നിന്ന് കളിപ്പാട്ടം മൊത്തം വാങ്ങുന്നു പറഞ്ഞിട്ട് അമ്മ അപ്സരജിനെ നൈനുനി കൊണ്ടുപോണു. അത് ഇത് മാത്രല്ല രണ്ട് വേറെ പിള്ളേരും കൂടി ഉണ്ട്. അപ്സരജി ഇന്ന് പോണ്ട. ഇതിനൊക്കെ രണ്ടെണ്ണത്തിനും കൂടി ഇതാക്കേണ്ട വരുന്നത്. ആ വാ വാ പോന്ന്. ഈ പെണ്ണുമ്പിള്ളന്റെ നെയിൽ പോളിഷ് ഒക്കെ എടുത്ത് തകട് പൊടിയാക്കി. നൈനു കാരനാ. നൈനു ഒറ്റ കാരനാ. ഇവിടെ നെയിൽ പോളിഷ് ഇട്ട് കളിക്കാണ്. ഒക്കെ നശിപ്പിച്ചു അല്ലേ? ഒക്കെ നശിപ്പിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചില്ലേ? സമാധാനായില്ലേ? റെഡിന്റെ മുകളിലാണ് സിൽവർ ഇട്ട് നശിപ്പിക്കണേ. എന്നായി ഓ രസമുണ്ട് രസമുണ്ട്. സാമ്പാറുണ്ട്. ഞാൻ അപ്സരനെ കൊണ്ട് പള്ളി പള്ളിയിൽ നേർച്ചയിട്ടപ്പോ നമുക്ക് ഉണ്ണിയപ്പം കിട്ടി. അപ്സര പള്ളി പെരുന്നാൾ പോലേക്കാണ്. അത് സത്യം ഞങ്ങളുടെ പുള്ളിയുടെ ഇടവക. അതെ ഗുഡ് മോർണിംഗ്. ഞാൻ എണീറ്റു. അപ്സരേജ് നേരത്തെ എണീറ്റു. എന്ത് പെണ്ണുമ്പിള്ളയല്ലേ, മനുഷ്യന്മാരെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ. അതേ പോണങ്ങട് ഭക്ഷണം കഴിച്ചാൽ പോവാ പറഞ്ഞിട്ട് തുടങ്ങി. ലാസ്റ്റ് അവസാനം വെള്ളയപ്പത്തിലെത്തി എൻ്റെ അമ്മയുടെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. മുറ്റക്കതി എന്താണ് അപ്സര അങ്ങനെ വാര വെള്ളം കൊടുക്കുന്നത്.
നൂലപ്പം പറഞ്ഞ് തുടങ്ങി മുട്ടക്കറി അവസാനം എൻ്റെ അമ്മയുടെ മുട്ടയിടും ഞങ്ങൾ ഞങ്ങളുടെ കോഴിയാണ് എൻ്റെ അമ്മ. സ്പെഷ്യൽ ഉരുളക്കിഴങ്ങും ഉണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് ഇത്ര വലുത് മുട്ടയല്ലേ, തെറ്റെടുക്കണ്ട. ജ്യൂസ് കഴിച്ചിട്ട് അഭിപ്രായമായ ഫാൻ ഇട്ടേ കണ്ട എനിക്ക് വെളിച്ചം ഇഷ്ടമല്ല. വെളിച്ചം ഇഷ്ടമല്ല. ഇരുട്ടിലിട്ടേ ഫാൻ ഓഫ് ചെയ്തു പെണ്ണുപിള്ള. വെള്ളയപ്പം സൂപ്പർ. എങ്ങനെയുണ്ട്? മതി കഴിച്ചോ? ഞാൻ ഗുളിക കഴിക്കട്ടെ. ബൈ. അങ്ങനെ അപ്സരനെ കാണാനില്ല. അപ്സര കുറച്ച് കയറുന്നാലേ കാണുള്ളൂ, അല്ല കാണണ്ട. ആ മതി. എങ്ങടെ ഇപ്പൊ കണ്ടു. നല്ല രസമുള്ള ഡ്രസ്സ് ഇട്ടാ, കളർ ഇട്ട ഡ്രസ്സല്ല. അപ്പൊ ബൈ. കെട്ടിങ്ങടക്കി എടുത്ത് പോവാണ്. വികലാംഗനെ കാണാൻ വന്നതിന് താങ്ക് യു. അല്ല സോറി, കാലിന് അസുഖമുള്ള കുട്ടീനെ കാണാൻ വന്നതിന് താങ്ക് യു. ബൈ. നീ സൂക്ഷിച്ച് പോവാ. എന്നാ കാണാം? 10-ാം തീയതി കാണാം. വന്നിട്ട് വരുന്നെങ്കിൽ കാണാമെന്ന് ഞാൻ. കയ്യും കൂടി പിടിക്കാനുള്ളൂ. ഇനി കയ്യും കൂടി പിടിക്കി. കോൾ ടാക്സി വിളിക്കി. ഈ കുട്ടീനെ സൂക്ഷിച്ചിറക്കണം ചേട്ടാ, പ്രാന്തുള്ള കുട്ടിയാ. അമ്മ ചൂലൊക്കെ പിടിച്ച് അപ്സരിച്ച് തല്ല കൊണ്ടുപോകും. വിളിച്ചോളൂട്ടോ, അവിടെ എത്തിക്കഴിഞ്ഞാ വിളിച്ചോളോ. ചൂലും കൊണ്ട് അടിച്ച് പുറത്താക്കി അപ്സരിച്ചിനമ്മ.